+1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ ഇന്ന് പ്രസിദ്ധീകരിക്കും. ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടിനോടൊപ്പം തന്നെയാണ് വിദ്യാർത്ഥികളുടെ സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റ് റിസൾട്ടും പ്രസിദ്ധീകരിക്കുക. നിലവിൽ വെബ്സൈറ്റിൽ റിസൾട്ട് വന്നിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ജസ്റ്റ് പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും കാണാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അതായത് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അതായത് സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കറക്റ്റായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ്റെ അടുത്ത് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് ജില്ല എന്ന് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ തന്നെ ഈ ഒരു സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും അതായത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് പ്രിൻ്റ് ഔട്ട് എടുക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നും അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ടും രണ്ട് ലിങ്കുകളാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു SWS എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെറിറ്റ് കോട്ടയുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനുള്ള ലിങ്കും അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് കോട്ടയുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാനുള്ള ലിങ്കുമാണ്. നിലവിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അപ്ലൈ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്പോർട്സിൻ്റെ കാൻഡിഡേറ്റ് ലോഗിനും അതുപോലെ മെറിറ്റ് കോട്ടയുടെ റാങ്ക് അതായത് റിസൾട്ട് അറിയാനുള്ള ആ ഒരു ലിങ്കും ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇന്ന് വൈകിട്ട് 3 മണിയോടെയോ അല്ലെങ്കിൽ രാത്രിയോടെയോ നിങ്ങൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ അതായത് സ്പോർട്സ് കോട്ടയിലോ അല്ലെങ്കിൽ മെറിറ്റ് കോട്ടയിലോ ഇനി വിദ്യാർത്ഥികൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ മാത്രമാണ് ഉണ്ടായിരിക്കുക. ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും സ്പോർട്സ് കോട്ടയിലും കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇവയിൽ രണ്ടിൽ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഏതിലാണ്, അതായത് ഏത് കോഴ്സിലാണ്, ഏത് സ്കൂളിലാണ്, അതനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഒരു സ്ഥലത്ത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മറ്റേത് ക്യാൻസൽ ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾക്കതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരോട് കൂടി ആലോചിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.